പ്രത്യേകിച്ച് സംസ്ഥാനത്ത് BJP വിരുദ്ധ വികാരം പ്രകടമായ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും എന്നാണ് കണക്കാക്കുന്നത്. UP നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാവില്ല സഖ്യത്തിന്റെ ചർച്ചകളിൽ ഇടം പിടിച്ചതെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കുറച്ചുകൂടി വിശാലമായി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാനാവും ഇരു പാർട്ടികളുടെയും ശ്രമം. പ്രധാനമായും ഇക്കാര്യത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നയം തന്നെയാവും ഇവർ വെച്ചു പുലർത്തുക എന്നാണ് വിവിധ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിയാവും നയരൂപീകരണം നടക്കുക. എന്തെന്നാൽ അവിടെ കരുത്തു തെളിയിക്കുക എന്നതും പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതും സമാജ്വാദി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിനുവേണ്ടി UPയിൽ 1-2 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. UPയിലെ അധിക സീറ്റുകൾക്ക് പകരമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയിൽ നിന്നും 10 മുതൽ